നമസ്കാരം. സമൂഹത്തില് ധാരാളം തിരക്കുകളുള്ള, ഒന്നിനും സമയം കിട്ടാത്ത ധാരാളം ആളുകളുണ്ട്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഒഴുക്കിൻ്റെ ഒപ്പം അവരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരൊന്ന് ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ലൈഫ് അല്പം പ്രഷ്യസ് ലൈഫാണ്. നിങ്ങളെ കൊണ്ട് ധാരാളം പേർക്ക് ഗുണം കിട്ടുന്നുണ്ടാകാം. നിങ്ങളുടെ കീഴിൽ ചിലപ്പോൾ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടാകാം. സമൂഹത്തിൽ നിങ്ങൾ വളരെ ഉപകാരപ്പെടുന്ന ആളായിരിക്കാം. പക്ഷേ നിങ്ങളില്ലെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഇല്ലാതായാൽ അടുത്ത ദിവസം തൊട്ട് ലോകം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കും. ചെറിയ ചെറിയ ചേഞ്ചസ് വരുമെന്ന് മാത്രം. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ ആയുസ് എത്രത്തോളം കൂടുതലുണ്ടോ, എത്ര കാലം ഈ നാട്ടിൽ ഈ ഭൂമിയിൽ ഉണ്ടോ, അത്രയും ഗുണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഈ സമൂഹത്തിനും കിട്ടാം. നിങ്ങൾ തിരക്ക് ഉണ്ട് എന്ന് ഭാവിക്കുകയാണ്. കാരണം 24 മണിക്കൂർ ഈ ഭൂമിയിലുണ്ട്. ഈ 24 മണിക്കൂർ സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി, അത് കുറച്ച് ആയുസ്സ് കൂട്ടാൻ, കുറച്ച് കൂടുതൽ കാലം ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കാൻ, എന്നാൽ നിങ്ങളെ കൊണ്ട് സമൂഹത്തിന് ഈ ഭൂമിക്ക് ഗുണമുണ്ട്. അതിന് അല്പം സമയം കണ്ടെത്താൻ നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങളുടെ വിഡ്ഢിത്തരമാണ്. 24 മണിക്കൂർ ഭൂമിയിൽ എല്ലാവർക്കും ഒരുപോലെ തന്നിട്ടുണ്ട്, റൈറ്റ്? അതിൽ സ്വന്തം ഹെൽത്ത് മാനേജ് അല്പം സമയം കണ്ടെത്താതെ ഈ താൻ ചത്ത് മീൻ പിടിച്ചിട്ട് എന്ത് കാര്യം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഓടി നടന്ന് കുറെ കാശുണ്ടാക്കിയിട്ട് എല്ലാവർക്കും അതും ഇതൊക്കെ, പക്ഷേ സ്വയം ഇത് ഉപകാരപ്പെടുന്നില്ല. സ്വയം ജീവിക്കാൻ മറന്നു പോയിട്ട് അവസാനം ശ്രദ്ധക്കുറവുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വന്ന് പെട്ടെന്ന് ഒരു സഡൻ ഡെത്തിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ, ഇല്ല നമ്മൾ കിടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഒന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. എത്ര കാലം നിങ്ങളിങ്ങനെ ഓടും? ഈ പെട്രോൾ തീരുന്നത് വരെ മാത്രമേ വണ്ടി ഓടൂ. പെട്രോൾ തീർന്ന വഴി കിടക്കും, ആരെങ്കിലും തള്ളി മറ്റുള്ളൊരു വസ്തുക്ക് മാറ്റി കിടക്കും. സോ ഇവിടെ ചിന്തിക്കേണ്ടത്, ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെയാണ് നിങ്ങളുടെ ആരോഗ്യം പോകുന്നത്, നിങ്ങൾക്ക് പല രോഗങ്ങളും വരുന്നത്, പല കോംപ്ലിക്കേഷൻസ് വരുന്നത്, നിങ്ങളുടെ ആയുസ് പെട്ടെന്ന് അകാല വാർദ്ധക്യം ബാധിച്ച് അകാല മൃത്യുവിലേക്ക് നിങ്ങൾ പോകുന്നത് എങ്ങനെയാണ്? ഇതിന് കാരണം എന്താണ്? ഇത് പഴയ വൈദ്യന്മാർ പറഞ്ഞിട്ടുള്ളത്, അടിഞ്ഞുകൂടുന്ന ദുർമേധസ്സാണ് ഇതിൻ്റെ കാരണം. നമ്മൾ അത് ഇംഗ്ലീഷിലേക്ക് മാറ്റി പുതിയ സയൻസ് മോഡേൺ മെഡിസിനിൽ പറയുമ്പോൾ, അടിഞ്ഞുകൂടുന്ന ദുർമേധസ് എന്ന് പറയുന്നത്, ദുർമേധസ് ചീത്തക്കൊഴുപ്പ്, ബാഡ് കൊളസ്ട്രോൾ, LDL കൊളസ്ട്രോൾ. സോ അടിഞ്ഞുകൂടുന്ന ഈ LDL കൊളസ്ട്രോൾ ആണ് എല്ലാ രോഗങ്ങളുടെയും കോംപ്ലിക്കേഷൻസിൻ്റെയും കാരണം, ഏകദേശം ജീവിതശൈലി രോഗങ്ങളുടെ. പക്ഷെ കൊഴുപ്പ് അടിഞ്ഞുകൂടുക എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ചിന്തിക്കേണ്ടത്, നിങ്ങൾ അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്തതിന് ശേഷമാണ് കൊഴുപ്പ് എനർജിക്ക് എടുക്കുക. അപ്പോൾ കൊഴുപ്പടിയാനുള്ള പ്രധാനപ്പെട്ട കാരണം, അന്നന്ന് കഴിക്കുന്ന ഭക്ഷണത്തിലെ ഗ്ലൂക്കോസ് പോലും എനർജി ആക്കാനുള്ള അധ്വാനമോ വ്യായാമമോ നിങ്ങൾക്കില്ലെങ്കിൽ, ഈ ഗ്ലൂക്കോസ് എടുത്ത് കഴിഞ്ഞാലല്ലേ കൊഴുപ്പെടുക്കൂ. സോ അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഉള്ള, ഗ്ലൂക്കോസ് അടങ്ങിയ അരി, കിഴങ്ങ്, ഗോതമ്പ്, റവ, മൈദ, ഇതെല്ലാം തന്നെ ഗ്ലൂക്കോസായി മാറുന്ന ഭക്ഷണങ്ങളാണ്. ഈ ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിച്ചിട്ട് അതിൻ്റെ കൂടെ ഉള്ള വറുത്തതും പൊരിച്ചതും കൊഴുപ്പതുള്ള ഭക്ഷണങ്ങളും കഴിക്കുന്നു. തീരെ വ്യായാമങ്ങളും അധ്വാനങ്ങളും ഇല്ലാത്ത ജീവിതവും ഉണ്ടാകുമ്പോൾ എന്ത് പറ്റും? ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ ഗ്ലൂക്കോസ് പോലും എനർജി കണ്ടെത്തുന്നില്ല. അത് സ്മോൾ ബ്ലഡ് വെസൽസിൽ കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ രക്തക്കൊള്ളിൽ ദ്രവിച്ചിട്ടേയിരിക്കും. ഇതാണ് പ്രമേയക്കാർക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ കാല്, കണ്ണ്, കിഡ്നി എല്ലാം തടി ചെതല് തിന്നുപോലെ ദ്രവിച്ചു പോയിട്ട് കംപ്ലീറ്റ് കോംപ്ലിക്കേഷൻസ് വരുന്നത്. ആ ഗ്ലൂക്കോസ് പ്രമേയക്കാർക്ക് അടിഞ്ഞുകൂടി കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. പക്ഷെ ഇത് ഒരു രോഗം ഇല്ലാത്ത ഒരാൾക്ക്, പ്രഷറോ ഷുഗറോ കൊളസ്ട്രോൾ ഇല്ലാത്തവർക്ക് പോലും പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു. എന്താ കാര്യമില്ല. ഈ ഗ്ലൂക്കോസ് പോലും എനർജി ആക്കാനുള്ള വ്യായാമം ചെയ്യാത്ത ആൾക്ക് LDL കൊഴുപ്പ് അടിഞ്ഞുകൊണ്ടേയിരിക്കും. ഗ്ലൂക്കോസ് എനർജിക്ക് എടുത്താലേ TGL, ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന കൊഴുപ്പ് എനർജിക്ക് എടുക്കും. TGL കൊഴുപ്പ് എനർജിക്ക് എടുത്തില്ലെങ്കിൽ TGL മസിൽസിലേക്ക് പോയിട്ട് എനർജിക്ക് എടുക്കുന്നില്ല, അത് ബ്ലഡിൽ തന്നെ കിടക്കുന്നു. ബ്ലഡിൽ LDLനകത്താണ് TGL കിടക്കുന്നത്. സോ TGLന്റെ അളവ് കൂടും. അളവ് കൂടുന്തോറും LDL വിൽ ബി സ്മോളർ ഇൻ സൈസ്, ഇറ്റ് വിൽ ബി ഓക്സിഡൈസ്. അത് വിത്ത് ഡെൻസിറ്റി കൂടിയിട്ട് ഒരു വെടിയുണ്ട പോലെ, ഇറ്റ് വിൽ ബി വിത്ത് മോർ പെനിട്രേറ്റിംഗ് പവർ. അടിഞ്ഞു കൂടാനുള്ള സാധ്യത കൂടും. ഇത് രക്തക്കൊള്ള ഭിത്തികൾക്ക് പെട്ടെന്ന് അടിഞ്ഞു കയറി ബ്ലോക്കുകൾ ഉണ്ടാകും. അതുകൊണ്ടാണ് TGL കൂടുമ്പോൾ അറ്റാക്ക് വരുമെന്ന് പറയുന്നത്. സോ നിങ്ങൾ എത്ര കാലം ഗ്ലൂക്കോസിനെയും കൊഴുപ്പിനെയും എനർജി ആക്കാനുള്ള വ്യായാമം ചെയ്യാതെ പോകുന്നു, അത്രയും കാലം ഓരോ ദിവസവും ഇത് കൂടുതൽ കൂടിയിട്ട് അടിഞ്ഞിട്ടേയിരിക്കും. ഒരു രക്തക്കൊണ്ട ഭിത്തിയിൽ 5% ബ്ലോക്ക് 10% അത് 15 ഇത് 20 25. നിങ്ങളിപ്പോൾ ഒന്നും അറിയുന്നില്ലെന്ന് മാത്രം. അത് 30 35 40 കയറി വന്ന്
അതാണ് ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ ഒരു 70% ബ്ലോക്ക്, 40% ബ്ലോക്ക്, നൂറുകണക്കിന് 30% ബ്ലോക്ക്, 10,000-കണക്കിന് 20% ബ്ലോക്ക്, മില്യൺസ് ഓഫ് 10% ആൻഡ് 5% ബ്ലോക്സ്. ഒരു മുരിങ്ങാക്കോല് പോലെ രക്തക്കൊള്ള ഭിത്തി കംപ്ലീറ്റ് മുഴകൾ ഇങ്ങനെ നിറഞ്ഞിട്ട് നിങ്ങളുടെ തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും കിഡ്നിയിലേക്കും ഓവറി, യൂട്രസ്, ടെസ്റ്റിസ് എല്ലാ അവയവങ്ങളിലേക്കും കൈകാലുകളിലേക്കും എല്ലാ കോശങ്ങളിലേക്കും രക്തോട്ടം കുറയും. എല്ലാ കോശങ്ങൾക്കും അവയവങ്ങൾക്കും വായു, വെള്ളം, ഭക്ഷണം കിട്ടണ്ടേ? സോ അകാല വാർദ്ധക്യത്തിൻ്റെ കാരണം ചിന്തിക്കുക, പ്രഷർ കൂടുന്നതിൻ്റെ കാരണം ചിന്തിക്കുക, ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം വരുന്നതിൻ്റെ കാരണം ചിന്തിക്കുക. സോ ഇത് തടയാൻ എന്താ ചെയ്യേണ്ടത്? രക്തക്കുഴൽ ഗ്ലൂക്കോസും കൊഴുപ്പും അടിയാതെ നോക്കണം. ഈ അടിഞ്ഞെടുക്കുന്ന ഗ്ലൂക്കോസിനെ എനർജി ആക്കാനുള്ളൊരു മരുന്ന് ഈ ഭൂമിയിലുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ വ്യായാമം ചെയ്യണ്ട. ഇനി രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ ഈ ബ്ലോക്കുകൾ, ഈ ബ്ലോക്ക് ചെറുതാക്കുള്ളൊരു മരുന്നുണ്ടോ? അങ്ങനെ ഒരു മരുന്ന് ഉണ്ടെങ്കിൽ പിന്നെ ആൻജിയോപ്ലാസ്റ്റിയും ബൈപ്പാസും നാട്ടിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങളുടെ അകത്തുള്ള അവയവങ്ങൾ നിങ്ങൾ എത്ര കോടിക്കണക്കിന് സമ്പാദിച്ച ആളായാലും ശരി, നിങ്ങൾ ഏത് മന്ത്രിയായാലും ആരായാലും ശരി, നിങ്ങളുടെ അകത്ത് ഉള്ള അവയവങ്ങൾ പ്ലാസ്റ്റിക് ആണോ, റബ്ബറാണോ? സോ ഈ അവയവങ്ങൾ കേടാകാതിരിക്കാൻ ഒരു ഡോക്ടർക്കും ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ പഠിക്കൂ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കേടായ അവയവങ്ങളെ, കേടായ ശരീരത്തെ റിപ്പയർ ചെയ്യുന്ന വർക്ക്ഷോപ്പാണ്. നിങ്ങളുടെ വീട്ടിൽ സർവീസ് സെൻ്റർ ഉണ്ടാക്കണം. ഒരു കാറോ ബൈക്കോ പുതിയത് സർവീസ് സെൻ്ററിൽ കൊടുക്കുന്ന പോലെ. സോ എന്താണ് അതിന് വേണ്ടത്? മിനിമം കാര്യം എന്താണ്? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തോടെ അകത്തേക്ക് ചെല്ലുന്ന ഗ്ലൂക്കോസ്, അതായത് അരി, കിഴങ്ങ്, ഗോതമ്പ്, റവ, മര തുടങ്ങിയ ഗ്ലൂക്കോസ് ഒക്കെയുള്ള ഭക്ഷണ സാധനങ്ങൾ കുറക്കുക. ഒപ്പം എണ്ണയിൽ പൊരിച്ചത്, ബീഫ്, പോർക്ക്, നെയ്ച്ചോറ്, ബിരിയാണി തുടങ്ങിയ അധികം കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കുറക്കുക. വേറെ എന്തോരം ഭക്ഷണം ഈ ഭൂമിയിലുണ്ട്. കാർബോഹൈഡ്രേറ്റ് അരി, കിഴങ്ങ്, ഗോതമ്പ്, വറുത്തത്, പൊരിച്ചത്, കൊഴുപ്പതുള്ളത് കുറക്കുക. പകരം പച്ചക്കറികൾ, പഴങ്ങൾ, പയറുകൾ, 3 പച്ചക്കറികൾ, പഴങ്ങൾ, പയറുകൾ കൂട്ടാം. റൈറ്റ്? അപ്പം അകത്തേക്ക് ചെല്ലുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും എത്രത്തോളം കുറയുന്നു, ഇനി നിങ്ങൾ ആ ഗ്ലൂക്കോസും കൊഴുപ്പും എനർജി ആക്കാനുള്ള വ്യായാമം ചെയ്താൽ പോരെ? പച്ചക്കറികൾ, പഴങ്ങൾ, പയറുകൾ നിങ്ങൾ കൂടുതൽ കഴിച്ചോളൂ. നിങ്ങൾ മുട്ട, പാല്, ഇറച്ചി, മീനൊക്കെ ആവശ്യത്തിന് കഴിച്ചോളൂ. അത് വറുത്തതും പൊരിച്ചതും കഴിക്കുന്നതിന് പകരം കറികളിലേക്കും തന്തൂറ്, ബാർബിക്യൂ പോലുള്ള ഫാറ്റ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ അധികം മസാലയൊന്നും ഇല്ലാത്ത പ്രിപ്പറേഷൻസിലേക്ക് പോവുക. അപ്പോൾ നിങ്ങളുടെ വയറിനും നല്ലത്, ശരീരത്തിനും നല്ലത്. റൈറ്റ്? സോ ആ ഭക്ഷണത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിക്കുക. ധാരാളം ഫ്രൂട്ട്സ് കഴിക്കുക. ഫ്രൂട്ട്സിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് അല്ല, ഫ്രക്ടോസ് ആണ് മെയിൻ ഷുഗർ. അതുകൊണ്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ പേടിക്കേണ്ട പ്രമേയ രോഗികൾ വലുതായിട്ട്. പ്രൊവൈഡഡ് വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ, വ്യായാമം ചെയ്യുന്ന ഒരാൾക്ക് ഇതൊന്നും ഒരു പേടിയും വേണ്ട. സോ ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗ്ലൂക്കോസ് ഇല്ല, ഫാറ്റ് ഇല്ല, ധാരാളം ഫൈബർ ഉണ്ട്. കുടലിൽ നാരെന്ന് അറിയുന്നൊന്ന് മനസ്സിൽ കാണുക. ഫ്രൂട്ട്സിലും ധാരാളം ഫൈബർ ഉണ്ട്. കുടലിലെ നാരുകൾ എന്ന് പറയുമ്പോൾ ദഹിക്കാത്ത നാരുകൾ കുടൽ തുടച്ച് വൃത്തിയാക്കുന്നു. ദഹിക്കുന്ന നാരുകൾ വെള്ളം പിടിച്ച് നിർത്തി ഒരു ജെല്ല് പോലെ വികസിക്കും. നോ ഡയറിയ, നോ കോൺസ്റ്റിപ്പേഷൻ. അതിനേക്കാൾ കൂടുതൽ നമ്മുടെ കുടലിൻ്റെ അത് ഗ്ലൂക്കോസ്, ഫാറ്റൊക്കെ ഇതിൽ കൊടുക്കും. ക്ലീനിങ്, നമ്മുടെ പഴയ വൈദ്യൻ്റെ ചോദ്യമുണ്ട്, ശോധന എങ്ങനെയുണ്ടെന്നുള്ളത്. നോർമൽ നമ്മുടെ കുടലിൻ്റെ മൂവ്മെൻറ്റ് പെർഫെക്റ്റ് ആവും. ക്ലീനിങ്, കോൺസ്റ്റിപ്പേഷൻ, ഡയറി ഒന്നും തന്നെ വരുന്നില്ല. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം പോലത്തെ രോഗങ്ങൾ അതൊന്നും വരുന്നില്ല. അൾസർ, ആസിഡിറ്റി, എരിച്ചില്, പുകച്ചില്, ഗ്യാസ്, ഈവൻ ഇറ്റ് വിൽ പ്രിവെന്റ് ക്യാൻസർ അടക്കം. കുടൽ ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ നമ്മൾ ചിന്തിക്കുക, സമയമില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? തിരക്ക് ഭാവിച്ച് ഓടി നടന്ന് സ്വന്തം കുഴിയിലേക്ക് വേഗം പോകുന്നതിൽ അർത്ഥമുണ്ടോ? എന്താ ചെയ്യേണ്ടത്? ഇറ്റ്സ് വെരി സിമ്പിൾ. 24 മണിക്കൂർ സമയം കിട്ടിയാൽ അകത്തേക്ക് പോകുന്ന ഗ്ലൂക്കോസിൻ്റെയും ഫാറ്റിൻ്റെ അളവ് കുറച്ച് നിർത്തിയിട്ട് ബാക്കിയുള്ള ഭക്ഷണങ്ങൾ, എത്രയോ നല്ല ഭക്ഷണങ്ങളുണ്ട്, അത് ആസ്വദിക്കൂ. എന്നിട്ട് ഇത് എനർജി ആക്കാനുള്ള വ്യായാമം ചെയ്യണം. അതിന് നടത്തം പോരാ. നടത്ത ഈ കുഞ്ഞു പിള്ളേർ 2 പല്ല് തേക്കുന്നൊരു എഫക്റ്റ് ഉണ്ടാക്കുള്ളൂ. സോ അല്പസമയം 10, 15, 20 മിനിറ്റ് അല്ലെങ്കിൽ പോലും അത് ധാരാളം മതി. എന്നിട്ട് പ്ലാൻ ചെയ്യേണ്ടത്, ആദ്യം എല്ലാ മസിലും ഉപയോഗിച്ച് വ്യായാമം ചെയ്തുകൊണ്ട് മാക്സിമം ഗ്ലൂക്കോസ് എല്ലാ മസിലും എനർജി ആക്കുക. ആ ഗ്ലൂക്കോസ് എനർജി ആക്കേണ്ട പുറകെ ഫാറ്റും എനർജി ആകാൻ തുടങ്ങും. ആകെ 2% ഒരു മസിലിന്റെ സ്റ്റോറേജ് കപ്പാസിറ്റി. സോ ഈ മസിൽ 2% എനർജി ആക്കുക, അതുകൊണ്ട് ഈ മസിൽ 2% എനർജി ആക്കുക. പിന്നെ ഇത് മാറി എല്ലാ മസിൽസ് ഉപയോഗിച്ച് ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കുക. ക്ഷീണം ഉണ്ടാവില്ല. കാരണം ഓരോ മസിൽ ക്ഷീണിക്കുമ്പോൾ അടുത്തിലേക്ക് പോകും നമ്മൾ. സോ അങ്ങനെ എല്ലാ മസിലും ഇൻവോൾവ് ചെയ്ത് കഴിയുമ്പോഴേക്കും എല്ലാ മസിലിൽ നിന്നും ഗ്ലൂക്കോസ് എനർജി ആകുന്നു. ബ്ലഡിലെ ഗ്ലൂക്കോസ് എല്ലാ മസിലിലേക്കും കയറി പോകും. അപ്പം പെട്ടെന്ന് തന്നെ ഇൻടേക്ക് ആൻഡ് ഗ്ലൂക്കോസ് എനർജി ആയി കഴിഞ്ഞാൽ ഫാറ്റ് എനർജിക്ക് എടുക്കാൻ തുടങ്ങും. സോ മസിലിലെ TGL, അത് ഫ്രീ ഫാറ്റി ആസിഡ്സ് ആയിട്ട് എനർജിക്ക് എടുക്കുന്നു, കൊഴുപ്പ്. സോ കൊഴുപ്പ് കത്തുന്തോറും ബ്ലഡിലെ TGL കൊഴുപ്പ് മസിൽസിലേക്ക് കയറി പോകാൻ തുടങ്ങും. ഓട്ടോമാറ്റിക്കലി LDL TGL കുറയും. LDLന്റെയും കൊളസ്ട്രോളിന്റെയും TGLന്റെ അളവ് ബ്ലഡിൽ കുറയാൻ തുടങ്ങും.
അന്നന്ന് കഴിക്കുന്ന ഗ്ലൂക്കോസും കൊഴുപ്പും 10, 15, 20, 25 മിനിറ്റ് മതി ഇത് എനർജിയാക്കാൻ. അതോടുകൂടി ആ കൊഴുപ്പടിയുന്ന പ്രക്രിയയും ഗ്ലൂക്കോസ് അടിഞ്ഞെടുക്കുന്ന പ്രക്രിയ ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആവുന്നു. നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേഷൻ വരില്ല. നിങ്ങൾക്ക് ഏജ് നിങ്ങളെ ബാധിക്കില്ല. 10-20 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഇരിക്കുന്നവർക്ക് ഇതുപോലെ അല്ല, ഇതിലും ചെറുപ്പക്കാരായിട്ടിരിക്കും. അപ്പോൾ എല്ലാ മസിൽസ് കൊണ്ടും മസിൽ സ്പെസിഫിക് എക്സസൈസ് ചെയ്ത് മാക്സിമം ഗ്ലൂക്കോസും കൊഴുപ്പ് എനർജി ആക്കും. അതിൻ്റെ ഒപ്പം പ്ലാൻഡ് ആയിട്ട് ബ്രീത്തിങ് ചെയ്ത് മാക്സിമം ഓക്സിജനേഷൻ എല്ലാ സെല്ലിലും ഉറപ്പാക്കുക. ആവശ്യത്തിന് വെള്ളം കുടിച്ച് എല്ലാ സെൽസിനും വെള്ളം കിട്ടിയെന്ന് ഉറപ്പാക്കുക. ക്വാളിറ്റിയുള്ള ഭക്ഷണം കഴിച്ച് ഭക്ഷണങ്ങൾക്ക് ഭക്ഷണം ഗ്ലൂക്കോസും കിട്ടിയെന്ന് ഉറപ്പാക്കുക എനർജിക്ക് വേണ്ടിയിട്ട്. കൂടാതെ ആവശ്യത്തിനുള്ള മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം കിട്ടിയെന്ന് ഉറപ്പാക്കുക ക്വാളിറ്റിയുള്ള ഭക്ഷണത്തിലൂടെ. ഇനി കാർഡിയാക് എക്സസൈസ് ചെയ്ത് ഹാർട്ട് സ്ട്രെങ്തൻ ചെയ്യുക. എറോബിക് എക്സസൈസും അല്പം എൻഡുറൻസ് ട്രെയിനിങ് ചേർത്തുകൊണ്ട് സ്റ്റാമിന കൂട്ടുക. കൈയും കാലും രക്തോട്ടം കൂട്ടാനുള്ള വ്യായാമങ്ങൾ എക്സ്ട്രാ ചെയ്യുമ്പോഴേക്കും ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കുറയും. സോ കുറേ സമയമൊന്നും ഇതിന് വേണ്ട. പ്ലാനിങ് ഇല്ലാതെ വെറുതെ എന്തെങ്കിലും ചെയ്തിട്ട് ഞാൻ വ്യായാമം ചെയ്യുന്നുണ്ടെന്ന് സ്വയം ആശ്വസിക്കുന്നതിന് പകരം കറക്റ്റ് പ്ലാനിങ്ങോട് കൂടി ബ്രീത്തിങ്ങും സ്ട്രെച്ചുകൾ. ഒരു പ്രായം കഴിയുമ്പോൾ കുനിയാനും മറിയാനും നിവരാനും തിരിയാനൊക്കെ ബുദ്ധിമുട്ടാവും. അതിനാണ് സ്ട്രെച്ചുകളും യോഗ പോസ്റ്റേഴ്സെല്ലാം. സോ ഇതിനെല്ലാം പ്ലാൻ ചെയ്തൊരു മിക്സിങ്, അത്രയും പ്ലാൻഡ് ആയിട്ടൊരു വ്യായാമത്തിൻ്റെ പാക്കേജാണ് വേണ്ടത്. ഇതാണ് ഞാൻ എൻ്റെ പേഷ്യൻസിനെ കൊണ്ടെല്ലാം ചെയ്യിക്കുന്നത്. പേഷ്യൻസ് എന്ന് പറയാം, എനിക്കിപ്പോൾ പേഷ്യൻസ് ഇല്ല. ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റി കൂട്ടായ്മ, യു ആർ എൻജോയിങ് ലൈഫ്, എല്ലാവരും ഹാപ്പി ആൻഡ് ഹെൽത്തി. കാരണം എന്താണ് അകത്ത് സംഭവിക്കുന്നത് തിരിച്ചറിഞ്ഞ് അതെല്ലാം തടയിടാൻ ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതിലൂടെ കോംപ്ലിക്കേഷൻസ് വരാം, രോഗങ്ങൾ വരാം. അപ്പോൾ നമ്മൾ ചികിത്സ എടുക്കാം. അപ്പോൾ മാത്രമേ ഞങ്ങൾ മെഡിക്കൽ സയൻസ് മരുന്നുകൊണ്ടുള്ള ചികിത്സയിൽ വിശ്വസിക്കുന്നു. അതുവരെ ഞങ്ങൾ ഹെൽത്ത് സയൻസ് ഏറ്റവും നല്ല ആരോഗ്യം സൂക്ഷിക്കുക. അത് നമ്മുടെ അവകാശമാണ്.